ആ പദ്ധതി നടപ്പാക്കുകയാണ്. പണ്ട് മയക്കുമരുന്നുകാരെ കാണാനോ അവരെ പിടിക്കാനോ ആളുകൾ പേടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ജനങ്ങൾ തന്നെ ഇറങ്ങി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസിന് നൽകുന്നു. വ്യാപകമായ തോതിൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്നു. കഴിഞ്ഞ 17 ദിവസമായി കേരളത്തിൽ 4000-ത്തിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് 2 വിദേശ പൗരന്മാരായിരുന്നു. ഡൽഹി കേരള പോലീസ് ഡൽഹിയിൽ പോയി അവരെ ശ്രമകരമായ പരിശ്രമത്തിനിടയിൽ അറസ്റ്റ് ചെയ്തു. നൈജീരിയൻ പൗരനായിരുന്നു. ഒരാൾ ബാംഗ്ലൂരിൽ നിന്നാണ്. ഒരു യുവതിയായിരുന്നു, നൈജീരിയൻ വംശജയായ ഒരു യുവതിയായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തു. അവരെ സുഹൃത്ത്. അപ്പോൾ വ്യാപകമായ തോതിലാണ് ഇപ്പോൾ കേരള പോലീസ് ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങള് ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സമൂഹത്തിൽ ബഹുമാന്യരായ എല്ലാ വ്യക്തികളുടെയും ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും തുഫാൻ വാരിയേഴ്സ് ആക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ മർക്കസിൽ വന്നത് ആദരണീയനും ബഹുമാന്യനുമായ ഗ്രാൻഡ് മുഫ്തി, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കാന്തപുര ഉസ്താദിനെ ഇതിന്റെ തുഫാൻ വാരിയറാക്കി ബാഡ്ജ് കൊടുത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തോട് ഞങ്ങളുടെ അഭ്യർത്ഥന, കേരളത്തിലെ എല്ലാ പള്ളികളിലും ഇതിനൊരു ആഹ്വാനം നടത്തണം. കാരണം നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിട്ടാൽ മാത്രമേ ഈ മയക്കുമരുന്നിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ കഴിയൂ. നമ്മുടെ ലക്ഷ്യം ഡ്രഗ് ഫ്രീ കേരള എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ഉസ്താദിന്റെ സഹായം തേടിയാണ് ഞങ്ങൾ എത്തിയത്. ഗ്രാൻഡ് മുഫ്തി AP അബൂബക്കർ മുസ്ലിയാർ ഞങ്ങളുടെ ഈ ദൗത്യത്തോട് ചേർന്ന് നിൽക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററാണ് ഡോക്ടർ IG കുട്ടാ വിമലാദിത്യ IPS. അദ്ദേഹമാണ് കേരളത്തിലൊട്ടാകെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്. വളരെ വിജയകരമായ തോതിൽ ഈ പദ്ധതി ഇന്ന് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സഹായം. മത നേതാക്കന്മാര്, സാമൂഹ്യ പ്രവർത്തകര്, രാഷ്ട്രീയ നേതാക്കന്മാര്, പൊതുജനങ്ങള് എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രഗ് ഫ്രീ സ്റ്റേറ്റായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയൂ. അതിന് ഞങ്ങൾ ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ തുഫാൻ വാര്യർ, രാജ്യത്തെ തുഫാൻ വാര്യറായത് പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലാണ്. ഇപ്പോൾ ശ്രീ ഗ്രാൻഡ് മുഫ്തി കാന്തപുര ഉസ്താദിനെ ഞാൻ ബാഡ്ജ് ധരിച്ച് ഇതിന്റെ തുഫാൻ വാര്യറായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക നിമിഷമാണ്. ഇതിന് അനുവാദം തന്ന അദ്ദേഹത്തോട് മാർക്കസിന്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.
വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നതും പരിശോധിക്കുന്നതുമാണ് മദ്യരഹിത പ്രദേശമായി നമ്മുടെ പ്രദേശം, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം വളർന്നു വന്നത്. കാരണം എല്ലാ മതത്തിലും എല്ലാ മനുഷ്യരും ഈ മദ്യം ഉപയോഗിക്കണം. എന്തു തന്നെയാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിഷിദ്ധവും ആ നിശബ്ദം വളരെ അനിവാര്യമായി വേണ്ടതുമാണെന്ന് എല്ലാ വിഭാഗങ്ങളും എല്ലാ കാലത്തും പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇസ്ലാം വരുന്നതിൻ്റെ മുമ്പ് മക്കയിലും പരിസരത്തുമെല്ലാം വലിയ ആളുകൾ, ചെറിയ ആളുകൾ വ്യത്യാസമില്ലാതെ മദ്യം ഉപയോഗിച്ച് വരുന്നവരായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വലിയ ഒരു ഹോട്ടൽ മദ്യം വിൽക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് പ്രവാചകരുടെ കൽപ്പന പ്രകാരം മദ്യ നിരോധം പ്രഖ്യാപിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന പ്രഖ്യാപനം. ആ സമയത്ത് ഈ കച്ചവടക്കാരൻ ഉടൻ തന്നെ എല്ലാ പാത്രങ്ങളും എടുത്തു കൊണ്ടുപോയി മദീനയിലെ ഓരാലേക്ക് അദ്ദേഹം തയ്യാർ ചെയ്ത ഓരോ കല്ലുകളും ഒഴിച്ചു കളയുകയും ഇസ്ലാമിന്റെ നിയമം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുപോലെ ഇവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ ചെറുപ്പക്കാർ ഈ ലഹരിക്ക് അടിമകളായി വരുന്നതിനെ തടയുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. അതിന് മുമ്പോട്ട് വന്ന ഗവൺമെന്റ്, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെയും ഞാൻ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. എല്ലാ അഭിനന്ദനങ്ങളും കൊണ്ട് ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഇതിന് ഞങ്ങൾ ചെയ്തു നൽകുന്നു. ഞങ്ങൾ മുമ്പിലുണ്ടാകുമെന്ന് പറയാത്തത് ഗവൺമെന്റ് മുന്നിലുള്ളതുകൊണ്ട് നമ്മൾ മുമ്പിൽ എന്ന് പറയുന്നില്ല. ഞങ്ങളതിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അഥവാ പ്രവർത്തികൾ മുമ്പിൽ തന്നെ ഇറങ്ങി നിങ്ങളെ സഹായിക്കും. ലോകത്തെ സഹായിക്കലാണ് ഇത്. ഒരു പാർട്ടിയെ സഹായിക്കലല്ല. ഈ രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തിന്റെ സംസ്കാരങ്ങളെയും കാത്ത് വെട്ടിക്കുന്നതാണ് ഈ പ്രവർത്തനമെന്ന് ഒരിക്കലും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. തൂഫാൻ എന്ന പേര് തന്നെ ജനങ്ങളുടെ ഇടയിൽ അക്രമങ്ങൾ കഴിച്ചുവിടുന്ന ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ സുട്ടാവ് ഇറക്കിയ വെള്ളപ്പൊക്കം, ആ വെള്ളപ്പൊക്കത്തിന്റെ പേരാണ് അവിടെ തൂഫാൻ എന്ന് പറയുന്നത്. അതോടുകൂടി എല്ലാ ശത്രുക്കളും അതപ്പത്തി പോവുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മാത്രം ജീവിക്കുകയും ചെയ്ത ചരിത്രം ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തനം ആരംഭിച്ചതിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അവരുടെ ഞാൻ പ്രത്യേകമായും ഗവൺമെന്റിനെ പൊതുവായി അഭിനന്ദിക്കുന്നു. ഇത് തീർച്ചയായും നമ്മൾ വിജയിക്കും. അതില്ലാത്ത സംശയവും ഇല്ല. അതൊക്കെ ഞങ്ങളുടെ സംഘടനകളും നിങ്ങളെല്ലാവരും കൂടി ഇന്ന് ആലോചിച്ച് ഒരു തീരുമാനമുണ്ടാകും. പള്ളിയിൽ പറയൽ മാത്രമാണോ വേണ്ടത്, അല്ല പൊതുസ്റ്റേജിൽ പറയണമെന്ന് എന്തൊക്കെയാണ് വേണ്ടത്? ഞങ്ങളുടെ സംഘടന സെറ്റപ്പ് അങ്ങനെയാണ്. എല്ലാം വിളിച്ചു കൂട്ടി അത് ആലോചിച്ച്
അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഞാൻ പരിശോധിക്കും. അതിന്റെ പേര് നമ്മൾ കേരളം മുഴുവൻ തുഫാൻ എന്നാണെന്ന് പറയാൻ പറ്റില്ല. സാർ ഒറ്റപ്പെട്ട സംഭവമാണ്, അത് പരിശോധിക്കുന്നത്. നിങ്ങൾ ഇപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് വന്നത് മലയാളം അല്ലാത്ത ഭാഷയിൽ, കാരണം അതിഥി തൊഴിലാളികൾ കൂടി പദ്ധതിയിൽ പങ്കാളിയാണ് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷും മറ്റു ഭാഷ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഇതിന്റെ प्रकरण हिंदी भाषा में भी इसका पूरा अनाउंसमेंट हम लोग करेगा, उसको भी अवगत करने के लिए एक प्रोग्राम हम लोग बनाएंगे और देश के प्रदेश के अंदर इसका व्यापक प्रचार भी करेगा। हमारी बहुत सुंदर सा स्कूल वगैरह है कोलकाता गाँव में तो बहुत है, उधर पढ़ने वाला भी है, औरत भी है, मर्द भी है। सबको ये अखबार हम पहुँचाएगा, हम उधर भी काम करेगा। थैंक यू, बहुत शुक्रिया अदा करता हूँ। പിന്നെ മറ്റേ ആയിരുന്നു, പിന്നെ ഇത് വേറൊരു ഫംഗ്ഷൻ. ഹലോ 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 മാറിക്കണേ, ഹലോ 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 സൈഡിൽ നിൽക്കൂ, ഫ്രണ്ടിലൊന്ന് മാറി.